സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ സഖാവ് എം എ ബേബിയെ നോക്കി നടക്കുകയാണ്. തരം കിട്ടുമ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കാനുമുണ്ട്. അതായത് ഈ എം എ ബേബി ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട് മുഴുവൻ സമയം. സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പോലും, പക്ഷെ കേരളത്തിൽ തന്നെയാണ് മുഴുവൻ സമയം. പണ്ട് ഇ എം എസ് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഇ എം എസിൻ്റെ പ്രസംഗമൊക്കെ എപ്പോഴും കേൾക്കുന്ന പലരും വിഷമിച്ച ഒരു കാര്യം, അദ്ദേഹത്തെ ഇനിയും പഴയതുപോലെ കിട്ടില്ലല്ലോ എന്ന് കരുതി. കാരണം സി പി എമ്മിൻ്റെ പല കാര്യങ്ങളും പല സംസ്ഥാനങ്ങളിലും ഉണ്ട്, ബംഗാളിലും ത്രിപുരയിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ. 19 പേര് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയൊക്കെയാണെന്ന് ഇന്ന് താണ്ട് എല്ലും തോലുമായി തീർന്നിരിക്കുകയാണ്. ഈ ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കിട്ടുമോ എന്ന് പറഞ്ഞതുപോലെയാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയൊക്കെയാണ്. കാരണം ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കറങ്ങി നടന്നിട്ട് കാര്യമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ട്രംപിനെ വരട്ടും, മോദിയെ വരട്ടും, ഇങ്ങനെയൊക്കെയുള്ള ചില വിനോദങ്ങളൊക്കെ ഉണ്ട് എം എ ബേബിക്ക്. മുമ്പൊരിക്കൽ കോവിഡിനെ വരട്ടിയിട്ടില്ലേ, കോവിഡ് വന്ന വഴിയിലൂടെ തിരിച്ചുപോയി എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ ഇപ്പൊ നമ്മുടെ ബിനോയ് വിശ്വം നോക്കി നടക്കുന്നത് തൃശ്ശൂരില് ദേശാഭിമാനിയുടെ 25ാം വാർഷികാഘോഷം. ദേശാഭിമാനി പത്രമേ എല്ലാ സഖാക്കന്മാരുടെ വീടുകളിലും ഉള്ളത്. സഖാക്കന്മാരാരും വായിക്കത്തില്ല, അവർ വേറൊരു പത്രം വീട്ടിൽ വരുത്തും. ദേശാഭിമാനി പത്രം ചോറ് പൊതിയാനും എടുക്കും. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ 25ാം വാർഷിക ആഘോഷമാണ് തൃശ്ശൂരിൽ. എം എ ബേബി എല്ലാവരെ കുറിച്ചും സംസാരിച്ച് തൃശ്ശൂരിൻ്റെ മഹത്വവും മഹിമയും, തൃശ്ശൂരിൽ ജനിച്ച് വീണ് എല്ലാവരെ കുറിച്ചും, ഇ എം എസിനെ കുറിച്ച്, പി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച്, വടക്കുംനാഥനെ കുറിച്ച്, തൃശ്ശൂരിലെ വെടിക്കെട്ടിൻ്റെ പടക്കക്കാരനെ കുറിച്ച് ഒക്കെ സംസാരിച്ചു. പക്ഷെ അവിടെ അച്യുതമേനോനെ കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ല. അച്യുതമേനോൻ കേരളത്തിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. സി പി ഐയുടെ എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് എം എ ബേബിക്ക് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ്. ഇന്നിങ്ങനെയൊക്കെ ആയെന്നേ ഉള്ളൂ. ഒരു കാലത്ത് വമ്പന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അച്യുതമേനോനെ മറക്കുകയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബിനോയ് വിശ്വം രംഗത്ത് വന്നിരിക്കുന്നത്. അച്യുതമേനോൻ ജനിച്ചത് പുതുക്കാടാണ്, തൃശ്ശൂർ ജില്ലയിൽ. ചേലാട്ട് അച്യുതമേനോൻ. അദ്ദേഹം സാഹിത്യരംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. സാഹിത്യത്തിൽ അദ്ദേഹം H.G. വെൽസിന്റെ ലോകചരിത്ര സംഗ്രഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. സോവിയറ്റ് നാടെന്ന പുസ്തകങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ വായിക്കണം. കഴിയുമെങ്കിൽ ബിനോയ് വിശ്വം ഈ എം എ ബേബിക്ക് ആ പുസ്തകം സംഘടിപ്പിച്ചു കൊടുക്കുക. അതിനകത്ത് അച്യുതമേനോൻ എന്ന വ്യക്തിയുടെ ആ എളിമയും ലാളിത്യവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ KSRTC ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, തമ്പാനൂരിൽ വന്ന് ബസ്സിൽ കയറിപ്പോയ ആളാണ് അച്യുതമേനോൻ. സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെയാണ് ഇന്നോവയുടെ നെഞ്ചത്തെ കയറത്തുള്ളൂ. അന്ന് ഇന്നോവയൊന്നും ഇല്ലെങ്കിലും അതുപോലുള്ള അതിന് സമാനമായിട്ടുള്ള വാഹനങ്ങളുടെ അകത്ത് വിരിഞ്ഞു കിടക്കുകയാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊക്കെ ചെയ്തിട്ടുള്ളത്. ഇന്നും അതിനൊട്ടും കുറവില്ല. ഒരു പഞ്ചായത്ത് മെമ്പറായ പോലും ഇന്നോവയുടെ നെഞ്ചിനകത്താണ് കയറിക്കിടക്കുന്നത്. പക്ഷേ സി പി ഐയുടെ സഹാക്കന്മാരെയൊക്കെ നോക്ക്. സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പന്ന്യൻ രവീന്ദ്രൻ MP ആയിരുന്നപ്പോഴും സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും അദ്ദേഹം ഇങ്ങനെ തിരുവനന്തപുരം നഗരത്തിലൂടെ നടന്നു പോകുന്ന കാണാം. വഴിയോരത്ത് പുസ്തക കച്ചവടക്കാരുടെ ഇടയിൽ
വാരികയും പുസ്തകവും ഒക്കെ നോക്കി. CPM-കാർ പിന്നെ വലിയ വായനയൊന്നുമില്ല, വായിക്കുന്നു എന്നിങ്ങനെ നടിക്കത്തേ ഉള്ളൂ. അങ്ങനെ പിന്നെ CPI-യുടെ വളരെ എളിമയുള്ള നേതാക്കന്മാർ, ഇപ്പം മന്ത്രിസഭയിൽ തന്നെ നോക്കുക, പി പ്രസാദ് ആയാലും GR അനിൽ ആയാലും അവരുടെയൊക്കെ ഒരു ലാളിത്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. മുമ്പൊരിക്കൽ സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഈ അച്യുതമേനോൻ ഒരു ബയോഡേറ്റ എഴുതിയാൽ അത് പിന്നെ ഏറ്റവും അവസാനം എഴുതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യം. അങ്ങനത്തെ മനുഷ്യരായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയതിൽ ഒരു പ്രധാനിയായിട്ടുള്ള ആളാണ് C. അച്യുതമേനോൻ. നമ്മുടെ തിരുവനന്തപുരത്ത് ഈ മറ്റു പലരും വന്ന് നിന്ന് ജയിച്ച് MP ആയിട്ടൊക്കെ പോകും വരുത്തന്മാര്, ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ. തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടം ചെയ്യാറില്ല ഇവരാരും. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം ഗുണം പിടിക്കാതെ പലപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. തിരുവനന്തപുരത്ത് ശ്രീചിത്ര മെഡിക്കൽ സെന്റർ വന്നതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ C. അച്യുതമേനോൻ തന്നെയാണ്. സഖാക്കന്മാരെല്ലാം വിദേശത്ത് പോയി ചികിത്സിക്കുമായിരിക്കും, പക്ഷേ പാവങ്ങളുടെ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള കേന്ദ്ര പദ്ധതി തന്നെയാണത്. അത് അച്യുതമേനോന്റെ ഒരു മിടുക്കുകൊണ്ട് മാത്രമാണ്. അച്യുതമേനോൻ എപ്പോഴും സാധാരണക്കാരനോട് നിന്നിട്ടുള്ള ആളാണ്. ആ അച്യുതമേനോനെയാണ് തൃശ്ശൂരിൽ വെച്ചുള്ള ഒരു സമ്മേളനത്തിൽ MA ബേബി പറയാതെ പോയത്. അച്യുതമേനോനെ കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞില്ല. 40 മിനിറ്റ് MA ബേബി സംസാരിച്ചെന്ന് ഞാൻ ഓർക്കുകയാണ് ആ സദസ്സിലിരുന്നവരുടെ കാര്യമേ. കാരണം MA ബേബി പറയുന്നത് MA ബേബിക്ക് മനസ്സിലാകത്തില്ല, നമുക്ക് കേട്ടോണ്ടിരിക്കുന്നത് നമുക്കും മനസ്സിലാകത്തില്ല. മുമ്പൊരിക്കൽ കോവിഡിനെ തുരത്തി ഓടിച്ച പ്രസംഗം ഏവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ ആ സദസ്സിലിരുന്നവരുടെ കാര്യം എന്തായിരിക്കും 40 മിനിറ്റ്? അച്യുതമേനോനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. ഇദ്ദേഹം വലിയ 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം വലിയ പരിഷ്കാരമൊക്കെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് ഉണ്ടശ്ശേരി ആയിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെ നമുക്കറിയാം. അതിനുശേഷം MA ബേബി വന്നു കഴിഞ്ഞപ്പോൾ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നു. പല മണ്ടൻ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം ഞാൻ 2ാം മുണ്ടശ്ശേരിയാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ആളാണ്. ഞാൻ 2ാം മുണ്ടനാണ് പോലും. അദ്ദേഹം നടത്തിയ പരിഷ്കാരം എന്താണ്? അദ്ദേഹം അന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പോലും നേരെയോ അറിയത്തില്ലെങ്കിലും മാർക്ക് ഇട്ട് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടി എന്ത് മനസ്സിൽ വിചാരിച്ചോ അതായിരിക്കും എഴുതി വെക്കുന്നത്, അതിനൊക്കെ മാർക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ പരിഷ്കാരം. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാലും അതിന് മാർക്ക് കൊടുത്തോളാൻ പറഞ്ഞതാണ്. കുട്ടി എഴുതാൻ ശ്രമിച്ചു. ശകുന്തള എന്നെഴുതുന്നതിന് ഷളാന്ന് എഴുതിയാലും മതി, കുന്ത വിട്ടുപോയാലും കുഴപ്പമില്ല. കുട്ടി മനസ്സിൽ കരുതിയിട്ടുണ്ട് ശകുന്തള എന്നായിരുന്നു, അതിന് മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇതാണ് MA ബേബി നടത്തിയ വലിയ പരിഷ്കാരം. എന്നിട്ട് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ച് നടക്കുകയാണ്, ഞാൻ 2ാം മുണ്ടനാണ് പോലും. ആ 2ാം മുണ്ടനാണിപ്പോ തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞിട്ടും അച്യുതമേനോനെ വിട്ടുപോയത്. ചേരാട്ടച്യുതമേനോനെ മറക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? പൊതുവെ ഈ CPM-കാർ CPI-യെ തഴയുന്ന ഒരു രീതിയുണ്ട്. CPM-ന്റെ ചവിട്ടും കുത്തുകയറ്റി കിടക്കുകയാണ് CPI-ക്കാർ. CPI-യുടെ ഒരു പ്രതാപകാലം നമുക്കറിയാവുന്നതാണ്. വമ്പന്മാരുടെ നിര അച്യുതമേനോനും PK വാസുദേവനും MM ഗോവിന്ദൻ നായരും KV സുരേന്ദ്രനാഥ്. അദ്ദേഹം വലിയ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിരുന്നു, MP ആയിരുന്നു. തിരുവനന്തപുരത്തെ ആശാന് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ മഹത്വവും മഹിമയൊക്കെ ഈ MA ബേബിക്ക് ഉണ്ടോ? പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പോലും. അച്യുതമേനോനെ അറിയാത്ത MA ബേബിക്ക് എന്ത് ഈ CPM-ന്റെ എന്ത് ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ട് കാര്യമെന്ത്? എന്തായാലും ബിനോയ് വിശ്വം നോക്കി നടക്കുക, കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും.